എന്റെ കൂടെ മമ്മൂട്ടി പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ പാർട്ടി പരിപാടിക്ക് വന്നതല്ലല്ലോ. അല്ല, സർക്കാർ ക്ഷണിച്ചിട്ടാ വന്നിട്ടുള്ളത്. അതായത് വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് 178 വീടാണ് സർക്കാർ വെച്ചു കൊടുക്കുന്നത്. സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, ജനങ്ങളാണ്. പല ആളുകൾ സർക്കാരല്ല ഞമ്മളല്ലേ എന്ന് പറയും. നമ്മൾ എന്ന് പറഞ്ഞ സർക്കാരാണ്. അത് ആദ്യം ബോധം വെക്കാതെ. ഓക്കെ. അപ്പൊ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് CPM ജില്ലാ സെക്രട്ടറിയാണ്. ആളെ നാണം കെടുത്തി മമ്മൂക്കക്ക് ഭയങ്കര അഹങ്കാരാണെന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഈ റഫീഖ് എന്ന് പറയുന്ന മനുഷ്യനെ VD സതീശൻ ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് ഏത് രീതിയിലാണ് സമീപിച്ചെന്ന് കണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ആദ്യം വരുമ്പോണ്ടായിരുന്നു നിങ്ങളല്ലേ. അവിടെ റഫീഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു? മമ്മൂക്കൊക്കെ അത് അറിയുമായിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കാം. എന്തായാലും മമ്മൂക്ക പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹം പാർട്ടി പരിപാടിക്ക് വന്നതല്ല. ആള് വന്നിട്ടുള്ളത് സർക്കാരിന്റെ പരിപാടിക്കാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ രാഷ്ട്രീയത്തിന്റെ തല്ലിന്റെ കാര്യമൊന്നും ഇല്ല. ഇവിടെ കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ്സുകാരെ നിങ്ങൾ പിരിച്ച പൈസ കാണിക്കും, കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പിരിച്ച പൈസ കാണിക്കും. അങ്ങോട്ടൊന്നും തല്ലുണ്ടാക്കലേ. മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല എല്ലാവരും പിരിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്മാർക്ക് കൊടുത്താൽ മാത്രം മതി എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. തമ്മിൽ തല്ലാതടേ. മമ്മൂക്ക തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ജനങ്ങളുടെ ഫണ്ടാണെന്ന്. കണ്ടോളേ. ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് സർക്കാർ. സർക്കാർ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോ, സർക്കാരല്ലടാ നമ്മളെല്ലാരും കൊടുത്ത പൈസ കൊണ്ടില്ലടാ എന്ന് പറയുമ്പോ പിന്നെ നമ്മളെന്ത് ഉണ്ടയാ? ആദ്യം മനസ്സിലാക്കി വാ. എന്തായാലും മമ്മൂക്കൊക്കെ അഹങ്കാരമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അഹങ്കാരമൊക്കെ ഉണ്ട്. ആ ഒരു സ്ഥലത്ത് ആ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടിരുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സ്വഭാവം മാറുമല്ലോ. പിന്നെ തിയേറ്ററിൽ നമ്മൾ കാണുന്ന മമ്മൂക്കയും റിയൽ ലൈഫും മമ്മൂക്കയും ഒന്നാണെന്ന് നിങ്ങൾ വിചാരിച്ചു വെക്കുന്നത് അത്ര ശരിയൊന്നുമില്ല. മമ്മൂക്കയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു കോട്ടവും ഇപ്പോഴും പറ്റിയിട്ടില്ല.